ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു ആണെങ്കിൽ കിരണിനെ മോഹിച്ചങ്ങനെ നടക്കുകയാണ്. എന്തായാലും കല്യാണിയോടുള്ള ശത്രുത അത് ആദ്യത്തെക്കാളും ഇരട്ടിയായി സരയുവിന്റെ മനസ്സിൽ അങ്ങ് നിൽക്കുകയാണ്. കല്യാണിയെ കിരണിന്റെ ഭാര്യസ്ഥാനത്ത് നിന്നും തട്ടിമാറ്റി ആ സ്ഥാനം തനിക്ക് കിട്ടണമെന്നും തന്റെ കുഞ്ഞിനെ കിരൺ മാമനല്ല അച്ഛനാവണമെന്നുമാണ് ആഗ്രഹം. അതുപോലെ തന്നെ കല്ലുമോനെയും സരയു ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതേ ആഗ്രഹം തന്നെയാണ് സരയുവിന്റെ അച്ഛനായ രാഹുലിനും ഉള്ളത്. ഇപ്പോൾ മകൾക്കും ആ ഒരു ആഗ്രഹം മനസ്സിൽ വന്ന് കയറിയിരിക്കുകയാണ്. എന്തായാലും താരയ്ക്ക് മാത്രമേ ഈ ഒരു കാര്യം അറിയുകയുള്ളൂ. താരയോട് സരയു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ പറയണ കേൾക്കുമ്പോൾ നമ്മുടെ താരയ്ക്ക് വിഷമാവാണ്. താരയെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ സരയും. സരയു പറയുന്നുണ്ട്, ഈ കാര്യം മറ്റാരെങ്കിലും അറിയാൻ ഇട വന്നു കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ നിങ്ങൾ എൻ്റെ അമ്മയായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. സരയുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ താര പേടിച്ചു പോവുകയാണ്. ഇനി എന്താണ് ചെയ്യുക? തൻ്റെ മകളുടെ സ്വഭാവം ആദ്യത്തെക്കാളും മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ട്. എന്തായാലും കല്യാണി കിരണിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ സരയുവിൻ്റെ പിണക്കമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വിധത്തിൽ മാറിയിട്ടുണ്ട്. എന്തായാലും അവൾക്കും കുഞ്ഞിനൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവൾ ഹാപ്പിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മൈൻഡ് മാറിപ്പോകുന്നത്, അവൾ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പക്ഷേ മനോഹറിനെ കുറിച്ചാവാനാണ് സാധ്യത എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി അന്നേ ദിവസം രാത്രി കിടക്കാൻ പോകുന്നത് ഈ പറയുന്ന കാർത്തികയുടെ കൂടെയാണ്. അതായത് പിറ്റേ ദിവസം കല്യാണമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്കൊന്നും ഒന്നിച്ച് കിടക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചിയും അനിയത്തിയും ഒന്നിച്ച് അങ്ങനെ കിടക്കുകയാണ്. ആ സമയവും ഈ പറയുന്ന സരയുവിനെ പറ്റിയും മനോഹറിനെ പറ്റിയും അവർ സംസാരിക്കുന്നുണ്ട്. കാർത്തിക പറയുകയാണ്, ഈ പറയുന്ന സരയു ഇപ്പോൾ അവൻ്റെ കുഞ്ഞിന് 2 ഉടുപ്പ് കൊണ്ട് കൊടുത്തു എന്ന് കരുതിയിട്ട് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവളും അത്ര നല്ലതൊന്നല്ലല്ലോ ആയിരുന്നത് എന്നുള്ള കാര്യമൊക്കെ അവരങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും കല്യാണം പിറ്റേ ദിവസമാണ്. നമ്മുടെ ഗംഗയുടെ കൂടെ തന്നെ ദൈവമുള്ളതുപോലെയാണ് ഗംഗയ്ക്ക് അറിയാം ഈ നമ്മുടെ ദിലീപ് ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നൊരു വാർത്തയാണ് അവന് ആശ്വാസമായി നിൽക്കുന്നത്. പക്ഷേ അവൻ സ്വപ്നം കാണുന്നത് അതേ കല്യാണം തന്നെയാണ്. അതായത് ഇവർ രഹസ്യമായി വെച്ചിരിക്കുന്ന ആ ഒരു കല്യാണം, ദിലീപ് കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ഒരു വലിയൊരു കാഴ്ചയാണ് നമ്മുടെ ഗംഗ സ്വപ്നമായി കാണുന്നത്. ഗംഗ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താടാ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവൻ കാര്യം പറയുകയാണ്. അപ്പോൾ നിന്നോടല്ലേ പറഞ്ഞത് അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി? മാധ്യമങ്ങളൊക്കെ അവരങ്ങനെയല്ലേ പറഞ്ഞത്, സോഷ്യൽ മീഡിയയൊക്കെ അവനെ ഇപ്പൊ മുൾമുനയിലല്ലേ നിർത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ നിനക്ക് എന്താ വിശ്വസിക്കാൻ ഇത്ര മടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവന് ഗംഗയ്ക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഗംഗ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്, ഞാൻ കണ്ടതൊരു സ്വപ്നം തന്നെയാണ്, പക്ഷെ എനിക്ക് ഒട്ടും അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്വപ്നമാണെങ്കിൽ പോലും അവളുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗ ഫ്രണ്ട്സിനോട് അങ്ങനെ പറയുകയാണ്. എന്തായാലും ഗംഗയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വരുന്നത് വേറൊരു ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൻ അതായത് താടിയും മുടിയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ആ ഒരു വേറൊരു രൂപത്തിലേക്കാണ് വരുന്നത്. അതിന് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കിരണിന്റെ കയ്യിൽ നിന്ന് മടി കിട്ടിയിട്ട് ശരീരമൊക്കെ ചതഞ്ഞിരിക്കുകയാണല്ലോ. എന്തായാലും ആ ശരീരമൊക്കെ തിരിച്ചു പിടിക്കുന്നുണ്ട് നമ്മുടെ ഗംഗ. ഇനി എന്തായാലും അവളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിക്കുന്നുണ്ടോ, ആ സമയത്ത് ഇനി പുറത്തിറങ്ങി അവരെ വല്ലതും ചെയ്യാമെന്നൊക്കെയാണ് ഗംഗ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം തകൃതിയായി നടക്കുകയാണ്. നമ്മുടെ പ്രകാശൻ ആശുപത്രിയിൽ നിന്നും വരുന്നുണ്ട്. 2 പെൺമക്കളും ഓടിച്ചെന്ന് സ്വീകരിക്കുകയാണ് അച്ഛനെ. അങ്ങനെ അച്ഛനെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പ്രകാശൻ പറയുകയാണ്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മക്കൾ പേടിക്കണ്ട, ഞാൻ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ വീണ് പോയെന്നേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഇങ്ങനെയൊരു ഞാൻ ആ മോനെ വിളിച്ചായിരുന്നു, ദിലീപിനെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് എന്തായാലും സന്തോഷം നൽകുന്നതാണ്. എൻ്റെ ആരോഗ്യം അതോടുകൂടി എനിക്ക് വീണ്ടെടുക്കാൻ പറ്റി. അവനൊരിക്കലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് എന്നോട് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രകാശൻ പറയുകയാണ്. അങ്ങനെ അമ്മൂമ്മ വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം എല്ലാവരും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അമ്മൂമ്മ പറയുന്നുണ്ട്. പ്രകാശൻ അങ്ങനെ ഇരിക്കുകയാണ്. പ്രകാശൻ നല്ല ടെൻഷനിലാണ്. എങ്ങനെയെങ്കിലും കാർത്തിക മോളുടെ
വിവാഹം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു, എന്നാലൊരു സമാധാനമാകുള്ളൂ. അവൻ ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അതൊരു സമാധാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഈ അമ്മൂമ്മ പറയുന്നുണ്ട്, അമ്മൂമ്മ നല്ല സാരിയൊക്കെ കൊടുത്ത് പട്ടുസാരിയൊക്കെ കൊടുത്ത് അങ്ങനെ സുന്ദരിയായിരിക്കുന്നുണ്ട്. അമ്മൂമ്മ പറയാണ്, നമ്മുടെ മോളുടെ വിവാഹം നടക്കൂടാ, അല്ലെങ്കിൽ നമ്മുടെ മക്കളൊന്നും അധികം പാപങ്ങളൊന്നും ചെയ്യാത്തതല്ലേ, അത് നടക്കും ഉടനെ തന്നെ, നീ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ. നല്ല ചെറുക്കനാണ് ആ പയ്യനെ, കിരൺ മോനെ പോലെ തന്നെ നല്ലൊരു പയ്യൻ തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രകാശന്റെ ടെൻഷൻ കാണുമ്പോൾ ഈ പറയുന്ന അവിടെ നമ്മുടെ രതീഷും അതുപോലെ വേലും നിൽക്കാണ്. അപ്പൊ അവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ വേല് പറയാണ് പ്രകാശനോട്, അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛൻ കാർത്തികേച്ചിയുടെ വിവാഹം എന്തായാലും നടക്കും, ആ സമയത്ത് അവൻ അവിടെ വരുന്നെങ്കിൽ വരട്ടെ അച്ഛാ, ഞാൻ അവനെ കാണാൻ തന്നെ കാത്തിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ മൂർച്ചയുള്ള നല്ലൊരു കടാര തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവൻ്റെ നെഞ്ച് കുത്തിങ്ങോട്ട് ഇറക്കും നെഞ്ചിലോട്ട് എന്തൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം രതീഷ് അവനിങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴും നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് ടെൻഷൻ. ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, എന്തായാലും അവൻ അറിഞ്ഞിട്ടില്ല കല്യാണം എന്ന്. പിന്നെ മോൾക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു അവള്. അപ്പോൾ ആ മെസ്സേജിൽ ഇങ്ങനെ അവൻ്റെ ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവന് അറിയില്ല ഇന്ന് കല്യാണമാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും കിരൺ ഏർപ്പാടാക്കിയുള്ള ഓഡിറ്റോറിയം അങ്ങനെ ആർക്കും പരിചയമില്ലാത്ത, അധികം കല്യാണങ്ങളൊന്നുമില്ലാത്ത ചെറിയൊരു ഓഡിറ്റോറിയമാണ്. നമ്മളെ പോലുള്ള ആൾക്കാർ ഒരിക്കലും ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്തില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് അറിയില്ല നമ്മൾ അവിടെ വെച്ച് നടത്താൻ പോകുന്ന കാര്യങ്ങളൊന്നും. അതൊരു ആശ്വാസം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ചെറിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അധികം ആൾക്കാരെ ഒന്നും കൂട്ടാതെയാണ് ഈ ഒരു വിവാഹം നടത്താൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ കാർത്തിക അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് സുന്ദരിയായിട്ട്. ഇവള് തന്നെ കല്യാണി തന്നെയാണ് അണിയിച്ചൊരുക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയും എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുകയും അവിടെ നിന്ന് ഇറങ്ങി ആ മണ്ഡപത്തിലേക്ക് എത്തുകയും കല്യാണം അതീവ രഹസ്യമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഗംഗ സത്യങ്ങളൊന്നും അറിയുന്നില്ല. ഗംഗ അറിയാത്തിടത്തോളം കാലം ഇവർക്ക് സുഖമായി ജീവിക്കാം. എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ തന്നെ അറിയും. അപ്പോൾ കാര്യങ്ങൾ അറിയുമ്പോൾ അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മുടെ ഗംഗയ്ക്ക്. ഇത്രയും നാളും കഷ്ടപ്പെട്ടതും ഇത്രയും നാളും താൻ കൊലവിളിയുമായി നടന്നതും ഇങ്ങനെ ഒരു കാര്യം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നടന്നു എന്നറിയുന്ന ഗംഗയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ദേഷ്യവുമായിട്ട് അവൻ വരികയാണ്. പക്ഷെ അപ്പം തന്നെയായിരിക്കും അവൻ്റെ ആ അവസാനവും എല്ലാവരും ചേർന്ന് അവനെ ഇല്ലാതാക്കുന്നതും അപ്പോൾ തന്നെയായിരിക്കും. അതിൻ്റെ ഇടയിൽ സരയുവിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു ടെൻഷൻ. സരയുവിന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടാൻ പോകുന്നത്? കല്യാണിയെ ഇല്ലാതാക്കുമോ? അത് ഇനിയിപ്പോൾ എല്ലാവരും അറിയുമോ സരയുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന്? കിരണും കല്യാണിയും തിരിച്ചറിയോ? നമ്മുടെ താര അവരോട് ഈ സത്യം പറയോ? അതീവ രഹസ്യമായിട്ടെങ്കിലും പറയുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.